ഇത് നമുക്ക് ബോഡി പോളിഷിന് വന്നിട്ടുള്ള 2018 മോഡൽ ക്രിസ്റ്റയാണിത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് നമുക്ക് ബോഡി പോളിഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള വണ്ടിയാണ് ഇത്. നാളെ യൂസ്ഡ് കാർ ചെയ്യുന്ന നമ്മളൊരു ചങ്ങായിൻ്റെ വണ്ടിയാണിത്. നാളെ ഡെലിവറി കൊടുക്കാനുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പോളിഷ് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ക്രാച്ചസ് ലെൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്കൊന്ന് മിനുക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അതുകൊണ്ട് ബോഡി പോളിഷ് നമ്മളിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇൻറ്റീരിയറും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി നോക്കാം. ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഇൻറ്റീരിയറിൻ്റെ കണ്ടീഷൻ ബിഫോർ ഇതാണ് വരുന്നത്. നമുക്ക് ഇതൊന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കണം. നാളെ ഡെലിവറിക്കുള്ള കണ്ടീഷനാക്കിയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഫസ്റ്റത്തെ സ്റ്റെപ്പ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വാഷിങ് കഴിഞ്ഞ് നേരെ നമ്മളെ സെറാമിക് സ്റ്റുഡിയോയിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി. ബോണ്ടിലേക്ക് നോക്കിയാൽ അത്യാവശ്യം വാട്ടർ മാർക്സും ലൈൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നീറ്റാക്കി എടുക്കണം. നോർമൽ പോളിഷ് ആയതുകൊണ്ട് നമ്മളിത് റബ്ബിംഗ് കോമ്പൗണ്ട് മിക്സ് ആയിട്ടുള്ള ഒരു വാക്സിംഗ് ആണ് ചെയ്യുന്നത്. ഈ നിങ്ങൾക്ക് ബോഡി പോളിഷ് ചെയ്തതിൻ്റെ ഒരു വ്യത്യാസം ശരിക്കും കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡ് പോളിഷ് ചെയ്തൊരു പോർഷനും റൈറ്റ് സൈഡ് പോളിഷ് ചെയ്യാത്തൊരു പോർഷനുമാണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി പോളിഷ് ചെയ്യുന്നത്, നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വണ്ടി നല്ല അടിപൊളിയായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് കസ്റ്റമർക്ക് വേണ്ടതും. നമ്മൾ അതുപോലെ ഇൻറ്റീരിയറും അത്യാവശ്യം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഡീപ്പായിട്ടുള്ള ഇൻറ്റീരിയർ ക്ലീനിങ് അല്ല, നോർമലായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കാൻ വർക്കിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിൻ്റെ കണ്ടീഷൻ പോലെ ഇരിക്കും. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസമാണ് എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി.